ഈ 40 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും ചിലപ്പം പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. പക്ഷേ റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഇനിയുള്ള സമയം ഇനിയുള്ള 40 ദിവസം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവിഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്, അയ്യോ ഞാനത് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതി എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഒരു തിരിച്ചറിവ് ഒരിക്കലും നീറ്റ് എക്സാമിന് ചെന്നിരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് വരേണ്ടുന്നത്. ദൈവമേ ഞാനിത് പഠിച്ചതാണല്ലോ, എനിക്ക് എന്താ ഇത് ഓർമ്മ വരാത്തേ? നമ്മൾ റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഓർമ്മ വരാത്തേ. പഠിക്കേണ്ട ഒത്തിരി സമയം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു, ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇനി എനിക്കൊരു MBBS സീറ്റ് കിട്ടുമോ? എടാ, ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിന് മുന്നേ ഉഴപ്പിയതോ നമ്മൾ ഇതിന് മുന്നേ പഠിക്കാതിരുന്നതോ ഒന്നുമല്ല നമുക്ക് ഇനി ഒരു MBBS സീറ്റ് കിട്ടണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന കാര്യം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് ഞങ്ങളുടെ സർജറിയുടെ ടെക്സ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാ എക്സാമിനും മുന്നേ മിനിമം ഒരു മാസം സ്റ്റഡി ലീവ് കിട്ടാറുണ്ട് കേട്ടോ. ഒരു മാസം സ്റ്റഡി ലീവ് കിട്ടാറുണ്ട്. ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനും അതിന് പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഈ എക്സാമിനിടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പുണ്ട്. ചിലപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഇതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ മൊത്തം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ബെനിഫിറ്റ് ഉണ്ട്. അതായത് എക്സാമിൻ്റെ തലേന്നത്തെ ദിവസം നമുക്ക് ഇതും കൂടെ സിമ്പിളായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓട്ടിച്ചിട്ട് വായിച്ച് വിടേണ്ടി വരും. പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും വരും. അതായത് നമുക്കെല്ലാം കവർ ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എന്തായാലും ഈ ടെക്സ്റ്റിനകത്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചില പിള്ളേർ ഭയങ്കര സ്മാർട്ടായിട്ട് ലാസ്റ്റത്തെ 5 ദിവസം, അതായത് ഇത്രയും നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ഓർമ്മ വരത്തില്ല എന്ന് വിചാരിച്ച് ലാസ്റ്റത്തെ 5 ദിവസം വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കും. നമ്മൾ ഈ ഒരു മാസം ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച ആൾക്കും ചിലപ്പോൾ ആ ലാസ്റ്റത്തെ 5 ദിവസം സ്മാർട്ടായിട്ട് പഠിച്ച ആൾക്കും സെയിം മാർക്കായിരിക്കും കിട്ടുന്നത്. നമ്മളിനി അങ്ങനെ തിങ്ക് ചെയ്യുക. കാരണം ഇനി ഈ ഒരു 40 ദിവസം നമുക്ക് A to Z കാര്യങ്ങൾ പഠിച്ച് തീർക്കാനായിട്ടുള്ളൊരു സമയം കിട്ടത്തില്ല. പഠിച്ച് തീർക്കാനായിട്ട് നമുക്ക് പറ്റും, പക്ഷേ ഈ പഠിച്ച് തീർക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടോ എന്നും കൂടെ നോക്കണം. റിവിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ എത്ര തവണ റിവിഷൻ ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മാർക്ക്. കാരണം ഇപ്പം നമ്മൾ ഈ ഇത്രയും ഉള്ളൊരു ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വട്ടം വായിച്ചു, ഒരു വട്ടം നന്നായിട്ട് നല്ല സമയം എടുത്ത് വായിച്ചു, മനസ്സിലാക്കി പഠിച്ചു, എന്നാലും നമ്മൾ റിവിഷൻ ചെയ്യുന്നതിനകത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും ആ ഒരു സമയത്ത് ഓർക്കത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് റിവിഷൻ്റെ ഒരു കാര്യം നിങ്ങൾ വിടരുത്. ഈ 40 ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും ചിലപ്പം പഠിച്ച് തീർക്കാനായിട്ട് പറ്റും, പക്ഷേ റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. ഇനിയുള്ള സമയം ഇനിയുള്ള 40 ദിവസം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവിഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തീർത്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്, അയ്യോ ഞാനത് ഓർക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു രീതി എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ ഒരു തിരിച്ചറിവ് ഒരിക്കലും നീറ്റ് എക്സാമിന് ചെന്നിരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് വരേണ്ടുന്നത്. ദൈവമേ ഞാനിത് പഠിച്ചതാണല്ലോ, എനിക്ക് എന്താ ഇത് ഓർമ്മ വരാത്തേ? നമ്മൾ റിവിഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഓർമ്മ വരാത്തേ. നമ്മൾ ഇനിയുള്ള സമയം അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിക്കുക, മറ്റേ സൈഡിൽ നിന്ന് റിവിഷൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇന്ന് പഠിച്ചത് ഇത് അതുപോലൊരു സമയം കണ്ടെത്തി അത് റിവിഷൻ ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിലാണല്ലോ ഇത് പഠിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇത് റിവിഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ ഇനിയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിസിക്സ് 10 ദിവസം എടുത്ത് പഠിച്ചു, കെമിസ്ട്രി 10 ദിവസം എടുത്ത് പഠിച്ചു, ബയോളജി 10 ദിവസം എടുത്ത് പഠിച്ചു. ഈ ഫിസിക്സ് 10 ദിവസം എടുത്ത് പഠിച്ച് കഴിഞ്ഞ് ചെന്ന് കെമിസ്ട്രി നോക്കുമ്പോഴത്തേക്ക് കെമിസ്ട്രി പകുതിയൊക്കെ പഠിച്ചാകുമ്പോഴത്തേക്ക് ഫിസിക്സ് അത്രയും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അതായത് ഒരു ദിവസം തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് എടുത്താൽ മതി എന്നുള്ളൊരു ചിന്ത വിടുക. കാരണം അതൊക്കെ നമുക്ക് തുടക്കം മുതൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിനി അത് നടക്കും. ഇനി നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്യുക. പിന്നെ നിങ്ങളിപ്പോൾ ബയോളജി ആകുമ്പോഴത്തേക്ക് കുറേ പേർക്ക് ബയോളജി ഇല്ല, അതായത് ഈ 300 മാർക്കിലൊക്കെ സ്റ്റക്ക് ആവുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ പുറകെ അല്ല ഓടേണ്ടുന്നത്. നിങ്ങളുടെ ബയോളജി വീക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നിങ്ങൾ ബയോളജിയുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ ഒരു 1 to 10 മറ്റേ നമ്മൾ ടാലി ചെയ്യുമ്പോൾ ഇടുന്ന പോലുള്ള ഒരു 10 വരെ ഇടുക. ഓരോ വട്ടം വായിച്ച് കഴിയുമ്പോഴും ഓരോ വെട്ട് ഇടുക. നമ്മളിപ്പോൾ ആദ്യത്തെ വട്ടം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 1 മണിക്കൂർ സമയം എടുക്കും ഒരു ചാപ്റ്റർ വായിച്ച് കഴിയാൻ. രണ്ടാമത്തെ വട്ടം വായിക്കുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഏരിയാസ് മാത്രം വായിക്കുക. ചിലവർക്കൊരു ശീലമുണ്ട് മൊത്തം ടെക്സ്റ്റും ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് വായിക്കുക. നമുക്ക് ആ ഒരു പേസ് കൂടാ. കാരണം നമ്മൾ നീറ്റ് എക്സാമിൻ്റെ തലേന്നത്തെ ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ കൊണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ബയോളജി ടെക്സ്റ്റ് 1ഉം ടെക്സ്റ്റ് 2ഉം നമ്മൾ തീർക്കുന്നത്. ആ ഒരു പേസിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കണം. കാരണം നമ്മൾ ഇതെല്ലാം ഒരൊറ്റ സമയത്ത് നമുക്കിതൊരു ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചാൽ മാത്രമേ നമുക്കിതൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒരു കോൺഫിഡൻസ് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഫിസിക്സ് ആണെങ്കിലും നിങ്ങൾ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നിങ്ങൾ എൻ്റെ ചാനലുണ്ട്, ചാനലിൽ ജോയിൻ ചെയ്താൽ PDF കിട്ടും. ഞാനിതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കാണിച്ചേക്കാം. ഫിസിക്സിൻ്റെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയുടെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, ബയോളജി ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ PDF ഒന്നും നോക്കാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ചാപ്റ്റേഴ്സ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രൊപ്പോർഷൻ മാർക്ക് കിട്ടും. പിന്നെ പരമാവധി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും മോശക്കാരാണ്, അല്ലെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു,
അതൊന്നും ഒരു മാനദണ്ഡമല്ല. അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്കിപ്പം ദൈവം നിങ്ങളെ കാണാതിരിക്കുമോ അങ്ങനെയൊന്നും ഇല്ലടാ. നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അല്ലാണ്ട് ഇപ്പം ചിലവർക്ക് അങ്ങനത്തെ കുറേ എന്തുവാ ഇപ്പം നമ്മൾ പറയുന്നത്, കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. അതായത് ഞാൻ ആ ഫംഗ്ഷന് പോയി അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല, ഞാൻ ഇതുപോലെ കുറച്ച് നാൾ ഉഴപ്പി അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് കിട്ടത്തില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? നമുക്ക് ആ ഒരു ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കും. പിന്നെ ഈ ലക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ചിലപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനൊക്കെ കൺഫ്യൂഷൻ ആകുമ്പോൾ നമ്മൾ ഒരു ഒരു രീതിയിൽ നമ്മൾ ചിലപ്പം മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആവുന്നതൊക്കെ ഒരു ലക്കാണ്. പിന്നെ നമുക്കറിയാവുന്ന ഏരിയാസ് ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ ഒരു ലക്കാണ്. പക്ഷെ അതിനെ നമുക്ക് മൊത്തത്തിൽ ലക്കെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ പിന്നിൽ നമ്മുടെ ഹാർഡ് വർക്ക് ഇല്ലേ? നമ്മളത് പഠിച്ചത് കൊണ്ടല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബയോളജി ഞാൻ പറയുന്ന പോലെ ഒരു മിനിമം 10 വട്ടമെങ്കിലും നിങ്ങൾ ഒരു ചാപ്റ്റേഴ്സ് വായിക്കണം. അങ്ങനെ ചുമ്മാ വായിച്ചിട്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കണം. ഈ 10 വട്ടം വായിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് 350 മാർക്ക് കിട്ടണം എന്നില്ല. കാരണം ഈ 10 വട്ടം വായിച്ചാലും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെടാത്ത ഏരിയാസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പാണ് ഞാനിപ്പോൾ പറയുന്നത്. മെമോനീറ്റ് എന്നാണ് കേട്ടോ ആപ്പിൻ്റെ പേര്. ആ ആപ്പിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള NCERT കിട്ടും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു NCERTയുടെ PDF നോക്കി നമ്മുടെ NCERTയിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഇത്തിരി കൂടെ സ്ട്രെസ് ചെയ്ത് വായിക്കുക. അതായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള NCERTയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ എക്സ്ട്രാ ആയിട്ടൊരു പോയിന്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ മാർക്ക് ചെയ്യുക. 1-2 ബുക്ക് എടുത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് അത് വായിക്കണം ഇത് വായിക്കണം അതിനുള്ള സമയമൊന്നും ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കിൽ തന്നെ എല്ലാം ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഈ ഒരു ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ NCERTയുടെ ഒരു PDF ഉണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു പ്ലാനർ ഉണ്ട്. അതായത് ഇനി ഒരു 40 ഡേ പ്ലാനർ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ആ പ്ലാനർ അനുസരിച്ച് അവർ തരുന്നൊരു ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് ആ ടൈം ടേബിൾ അനുസരിച്ച് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരു ദിവസം പഠിച്ചു തീർക്കാനും അതുപോലെ തന്നെ റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടും പറ്റും. പിന്നെ നിങ്ങൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഓട്ടോമാറ്റിക്കലി ഒരു മിസ്റ്റേക്ക് ബുക്കായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ മിസ്റ്റേക്ക് ബുക്ക് മാത്രം എടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടും. പിന്നെ കുറേ ബാച്ചസിന് ഇപ്പോൾ ഓഫറും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിലൂടെ വേണം കയറാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിരിക്കത്തില്ല, എല്ലാവർക്കും കാണുന്ന പ്രൈസ് ആയിരിക്കും കാണുന്നത്. ഞാൻ കാണുന്ന ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളും കാണാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് BTS, അതായത് അവരുടെ ടെസ്റ്റ് സീരീസ് ഓൾറെഡി പ്രിൻ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും വെർത്തായിരിക്കും. കാരണം നമ്മൾ NEET 2025 ആണല്ലോ നമ്മൾ നോക്കുന്നത്. അതിനകത്തിൽ 96% ക്വസ്റ്റ്യൻസും ചോദിച്ചേക്കുന്നത് മെമോനീറ്റിൻ്റെ ആപ്പിൽ നിന്നാണ് കേട്ടോ. 24 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95% ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 23 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 92% ക്വസ്റ്റ്യൻസ് മെമോനീറ്റിൻ്റെ ആപ്പിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നത് എന്തായാലും ഒരു വെർത്തായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കോഡ്. നിങ്ങൾ ആ ഒരു കോഡും കൂടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പരമാവധി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത തെറ്റുകളെ പറ്റി, അതായത് ആ തെറ്റുകൾക്കൊന്നും നമ്മുടെ നീറ്റിൻ്റെ മാർക്കിലോ റാങ്കിലോ ഒന്നും ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. നമ്മൾ ആ ഒരു രീതിയിൽ പഠിക്കുക. നമ്മൾ ഹോണസ്റ്റായിട്ട് ഇരിക്കേണ്ടത് നമ്മളുടെ പേരൻസിനോട് മാത്രമാണ്. അവർ ആ മുടക്കിയ പൈസയ്ക്ക് അനുസരിച്ചുള്ള വർക്ക് നിങ്ങൾ ഇടാനായിട്ട് നോക്കുക. നമ്മൾ ഇതുവരെ പോയതൊക്കെ പോയി. ഇനി നമുക്ക് മൊത്തത്തിൽ വിട്ട് കളയണ്ടടാ. നമ്മൾ ഇനി മാക്സിമം എഫേർട്ട് ഇട്ട് കയറി വരാനായിട്ട് നോക്കുക. കാരണം കുറേ പേര് ഞാൻ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ +1 +2ൻ്റെ മാർക്കും ഇനി വരുന്ന പിള്ളേരുടെ +1 +2ൻ്റെ മാർക്കും കൂടെ വെച്ചിട്ടാണ് കമ്പാരിസൺ വരുന്നത് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഈ ബ്രിമ്മിലൊക്കെ നിൽക്കുന്നവർ ചിലപ്പോൾ ഔട്ടായി പോകും. കാരണം ഇനി വരുന്ന പിള്ളേർക്ക് നിങ്ങളെക്കാട്ടിലും മാർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ +2ൻ്റെ എക്സാമിനെക്കാട്ടിലും അവരുടെ എക്സാം സിമ്പിൾ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മാർക്ക് ഉണ്ടാവും. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു മോശം ഹോസ്റ്റലിലേക്കൊക്കെ പോകും. അവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ നീറ്റിൻ്റെ മാർക്കാണ്. അപ്പോൾ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്ന സ്കോറിലേക്കെങ്കിലും എത്തിച്ചേരാനായിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലാണിത്. ആ ചാനലിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.